ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു മട്ടരി ചോറ്, വേളൂരി മീൻ ചാറ്, പാലക്കാടൻ രീതിയിലുള്ള മീൻ ചാറാണ്. ക്യാരറ്റ് ബീൻസ് പൊരിയൽ, പിന്നെ വേളൂരി മീൻ വറുത്തത്. ഇതുപോലെ നല്ല ഫ്രഷ് വാഴയിലയിൽ ചൂടോടെ ചോറ് വിളമ്പി അതിൻ്റെ മേലെ ചൂടോടെ മീൻ കറി വെച്ച് ഒരു പപ്പടമൊക്കെ പൊടിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഈ വാഴയിലയിൽ നിന്നുള്ള ഒരു മണമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ സാധാരണ ദിവസങ്ങളിൽ മീൻ പൊരിച്ചത് ഉണ്ടാകുമ്പോൾ പപ്പടം പൊരിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ മെനു പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഒരു 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് പാലക്കാടൻ രീതിയിലുള്ള ഫിഷ് കറി മീൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. മീൻ ക്ലീൻ ചെയ്യുന്നത് ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരി മതിയാവും കേട്ടോ 2 പേർക്ക് കഴിക്കാനായിട്ട്. ഇവിടെ ഞാൻ സാധാരണ മട്ടരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ കളറൊക്കെ ഉണ്ടാവും. നമുക്ക് ശരിക്കും ഒറിജിനലായിട്ടൊന്നും ഇപ്പോൾ കിട്ടുന്നത് വളരെ കുറവാണെന്ന് പറയാം. അപ്പോൾ ഒരു 5-6 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കണം. ഇത് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം നല്ലപോലെ തെളിഞ്ഞ് വരണം. നല്ല വെള്ള കളർ, ഇല്ലെങ്കിൽ ഒരു ലൈറ്റായിട്ടുള്ള ഒരു കളർ. കാരണം മട്ടരിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെള്ളം തെളിഞ്ഞ് വരുന്ന പോലെ തന്നെ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഇതുപോലെ കുക്കറിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നിൽക്കുന്നത് വരെയാണ് വെക്കേണ്ടത്. മൂടി വെക്കാം. ഇപ്പം നന്നായിട്ട് ആവി വരുന്നുണ്ട്. വെയിറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ തീ ഒന്ന് കുറച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. മട്ടരിയാണ്, വേവാൻ സമയം എടുക്കും. പക്ഷെ നമ്മൾ വൈറ്റ് റൈസ് ഒഴിവാക്കാൻ വേണ്ടി മട്ടരി കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഉച്ചയ്ക്കായിട്ട് വാങ്ങിച്ചത് വേളൂരി കേട്ടോ. 1 കിലോ വേളൂരി ഉണ്ട്. കുറച്ച് പൊടിക്കുകയും ചെയ്യുക, കുറച്ച് കറി വെക്കുകയും ചെയ്യുക പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. ഇപ്പോൾ 2 ആൾ കഴിച്ചിട്ട് തീരൊന്നുമില്ല. അപ്പോൾ നമ്മൾ കറിയായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ചപ്പാത്തിയാണോ അല്ലെങ്കിൽ ചോറാണോ അതിൻ്റെ കൂടെ എടുക്കുക. അല്ലെങ്കിൽ രാത്രി മീൻ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മീൻ കറി വെച്ച് ചൂടാറി കഴിയുമ്പോൾ ഒരു പകുതി എടുത്ത് മാറ്റി വെച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. നമുക്ക് അടുത്ത ദിവസം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇത് മീൻ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ നിന്ന് തന്നെ ചെതുമ്പൽ കളഞ്ഞു വെച്ചാൽ ഈ ചെതുമ്പൽ അധികം പുറത്തേക്ക് തെറിക്കില്ല എന്നാണ് പറയാറ്. ഒരു വീഡിയോയിൽ കണ്ടതാട്ടോ. അപ്പം അതുപോലെ നമുക്ക് ചെതുമ്പൽ കളയാം. പ്രത്യേകിച്ച് നമ്മൾ ഈ വീടിനകത്ത് വെച്ച് മീൻ നന്നാക്കുമ്പോൾ ഇങ്ങനെ ചെതുമ്പലൊക്കെ പുറത്ത് പോയി വെച്ചാൽ ഭയങ്കര ഒരു നാറ്റവും അതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് അവർ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിനകത്ത് വെച്ചിട്ട് ചെതുമ്പൽ കളഞ്ഞ് ക്ലീൻ ചെയ്യാം. എടുക്കുമ്പോൾ തന്നെ കത്തി കൊണ്ട് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഉണ്ടോ? ഇത് കഴുകുമ്പോൾ ഒന്നും കൂടെ കഴുകിയെടുക്കണം കേട്ടോ. അത് ഇങ്ങനെ ആക്കിയിട്ട് ഒന്നും കൂടെ കഴുകിയെടുക്കണം. വേണമെങ്കിൽ ഈ സൈഡിലുള്ള മുള്ളൊക്കെ കളയാം. അപ്പോൾ കഴിക്കാൻ സുഖമുണ്ടാവും. കൊണ്ടോ എളുപ്പമായിട്ട് കഴുകിയെടുത്ത് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ കഴുകിയെടുക്കാം. വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കാം. മീൻ നന്നാക്കി വരുമ്പോഴേക്കും നമ്മുടെ കുക്കർ താവയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ നമുക്ക് വാർക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. മീൻ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുക്കുക. അതിൻ്റെ ഉളുമ്പ് നാറ്റം പോകാനോ ഒന്നില്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം. അപ്പം ഞാൻ ഈ 1 കിലോ മീനിന് കുറച്ച് ആണ് കറി വെക്കുന്നത്. പിന്നെ പൊരിക്കാനായിട്ട് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ആദ്യം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഉപ്പിട്ടതുകൊണ്ട് ഇതിലേക്ക് ഉപ്പിടുമ്പോൾ കുറച്ച് നോക്കി ഇടാൻ പൊരിക്കാൻ ഒരു 1/2 ടീസ്പൂൺ ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചെറിയ സ്പൂണാണ്. അതുകൊണ്ട് 3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ പൊരിച്ചതിലേക്ക് ഇതും അത്ര തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, 3 സ്പൂൺ. പിന്നെ മല്ലിപ്പൊടി നമ്മൾ മീൻ പൊരിച്ചതിലേക്ക് 1 സ്പൂൺ ചേർത്താൽ മതിയാവും. കറിയിലേക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക, 2 ടീസ്പൂൺ. അപ്പോൾ കറിക്ക് ഇത്രയും മസാല മതി കേട്ടോ. ഇത് നമ്മുടെ മീൻ പൊരിച്ചതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ചീരകം. ഇത് നല്ലപോലെ രണ്ടും മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ സമയത്തേക്ക് നമുക്ക് മാറ്റി. ഇപ്പം നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇതൊന്ന് വാർക്കണം. ഇപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ടഫായിട്ടുള്ള ജോലി, അടുക്കളയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി എന്താണെന്ന് ചോദിച്ചാൽ ചോറ് വാർക്കലായിരിക്കും. അപ്പോൾ ചോറ് എങ്ങനെയാണ് വാർക്കണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ അധികമുള്ള വെള്ളമൊക്കെ കളയണം കേട്ടോ. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ചോറ് വാർക്കാനായിട്ടൊരു ചട്ടി ഉണ്ടാവും, ഇന്നത്ര കാണുന്നില്ല. വെള്ളം മുഴുവൻ മാക്സിമം വാർക്കാറുണ്ട്. എന്നിട്ട് ഇത് മൂടി വെക്കാൻ പാകത്തില്ല, കറക്റ്റായിട്ടൊരു മൂടിയെടുക്കുക. എന്നിട്ട് പതുക്കൊന്ന് ചരിച്ചെടുക്കാം. ഈ എടുക്കുന്ന പാത്രവും കറക്റ്റായിരിക്കണം കേട്ടോ. ഈ കുക്കറും അതുപോലെ ഈ കുക്കറിൻ്റെ മൂടിയൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പാത്രമായിരിക്കണം, കറക്റ്റ് ഒരു അളവിലായിരിക്കണം. ഇതൊന്നും പതുക്കെ ചെമ്പിനോട് ചേർത്തി കൊടുക്കുക, ചേർത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിങ്ങനെ നിൽക്കില്ല. അപ്പോൾ നമുക്കിതുപോലെ ഒരു എന്താ പറയുക, ഒരു ചപ്പാത്തിക്കോലോ ഇല്ലെങ്കിൽ ചിരട്ടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് നിർത്തി വെക്കണം. അങ്ങനെ നമ്മുടെ ചോറ് വറുക്കൽ കഴിഞ്ഞു. ഇവിടെ മീൻകറിക്കുള്ള പുളി വെള്ളത്തിലിടാം. ഇപ്പോൾ പാലക്കാട് പൊതുവെ വാളൻ പുളി വെച്ചിട്ടാട്ടോ മീൻകറി ഉണ്ടാക്കാറ്. പുളിക്ക് പഴക്കം കൂടുന്തോറും ഭയങ്കര പുളിപ്പായിരിക്കും. അപ്പം അത് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. പഴക്കമുള്ള പുളി പറയുമ്പോൾ ഒരു കറുത്ത നിറമായിരിക്കും, അപ്പോൾ കുറച്ചിട്ടാൽ മതി. ഇത് കുഴപ്പമില്ല, സാധാരണ പുളിയാണ്. ഇപ്പോൾ 2 പേർക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു ക്യാരറ്റ്, ഒരു 10 ബീൻസ് എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇനി ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞ് അതുപോലെ തന്നെ ബീൻസിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അടുത്ത പരിപാടി മീൻ പൊരിക്കലാണ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇറച്ചി വെച്ചെടുക്കാം. വെളിച്ചെണ്ണയാട്ടോ എടുത്തിരിക്കണം. അതുപോലെ കുറച്ച് മീനിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ശല ഫ്രൈ ആണ്, ബീഫ് ഫ്രൈ അല്ല. മീൻ ഞാനൊരു സൈഡും കൂടി തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സൈഡും നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് കൊതിങ്ങിട്ടോ. അപ്പം നിറയെ കറിവേപ്പിലൊക്കെ ഉള്ളവർക്ക് വീണ്ടും ഒരു സെറ്റും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ മീനിലും നല്ല കറിവേപ്പിലയുടെ ഒരു മണമായിരിക്കും കിട്ടുക. അപ്പം നമ്മൾ മീനപ്പുറത്താവുന്നുണ്ട്. അപ്പം നമുക്ക് ഈ അടുപ്പിൽ പൊരിയിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പാൻ ചൂടാക്കി 4 ടീസ്പൂൺ എണ്ണ, ഇത്തിരി കടുക്, കുറച്ച് കറിവേപ്പില, ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് സവള അരിഞ്ഞ്, പച്ചമുളക്. ശരിക്കും ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ചെറിയ ആൾക്കാർ ബെസ്റ്റ് ഒരു ടേസ്റ്റ് ഒന്ന് അഴിച്ചു കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ് ഇതിലേക്കൊന്ന് തട്ടി കൊടുക്കാം. മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂണിൻ്റെ ഉള്ളിൽ കേട്ടോ. ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം വേണമെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നാൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വരാമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക. ഒരുപാട് വേവിക്കരുത്, അപ്പോൾ അതിൻ്റെ വിറ്റമിൻസ് ഒന്നും നമുക്ക് കിട്ടില്ല. പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒന്ന് മീൻ കറിക്ക് ഇതൊരു 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ വരും. ഇത് ഒരു വലിയ കരണ്ടിയാണോ പൊരിയലിന്. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം.
ഇത് ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് പൊട്ടിപ്പോകും. അപ്പോൾ തേങ്ങ അരച്ച് വെച്ചിട്ട് വേണം കറി വെക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഉപ്പിരി ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തു. ഇത് അടച്ചൊന്നും വെക്കണ്ട കേട്ടോ. അതുപോലെ മിക്സ് ചെയ്ത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ പുളി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ കുരുവും ചണ്ടയൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീൻ കറി കളറ് കിട്ടാനായിട്ട് മുളക് പൊടി കൂടുതൽ ചേർക്കുക, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സാധാരണ മുളക് പൊടിയായിട്ടിരിക്കണം. നമ്മൾ ഇതുപോലെ നല്ല നരടി പിഴിഞ്ഞ് ചേർക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു കളറും കിട്ടും. അതുപോലെ തന്നെ ആ പുളിയുടെ പുളിപ്പുണ്ടല്ലോ, അതിൻ്റെ കുത്തലൊന്നുമില്ലാതെ നല്ലൊരു ടേസ്റ്റും കിട്ടും. നന്നായി കൈകൊണ്ട് നരടി പിഴിഞ്ഞെടുക്കാം. ഇപ്പം നമ്മുടെ പൊരിയിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. അടുത്തത് മീൻ കറിയാണ്. ഇപ്പോൾ ഉരുളിയിലേക്ക് ഒരു കരണ്ടി എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എൻ്റെ ചട്ടി പൊട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ സാധാരണ ഉരുളിയിൽ വെക്കുന്നത്. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ് കേട്ടോ. ഒരു ടീസ്പൂൺ ഉലുവ, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി, കുറച്ച് സവാള ചേർക്കണമെന്നില്ല. ചെറിയുള്ളി അത്ര ഇല്ലാത്തതുകൊണ്ടാണ് സവാള കൂടെ ചേർത്ത്. ഒരു പച്ചമുളക് കറിയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരും ഓരോ ടൈപ്പിലായിരിക്കും മീൻ വെക്കുന്നത്. ഞാൻ ഇങ്ങനെയായിട്ടാണ് വെക്കാറ്. എൻ്റെ അമ്മ ഇങ്ങനെയാണ് വെച്ച് പഠിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് വെക്കാറ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വേവും. അപ്പം നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് അത് വറ്റിക്കാൻ വേണ്ടി കുറേ സമയം വെച്ച് വെച്ചാൽ മീൻ എന്തായാലും വെന്തുടയും. അപ്പോൾ കുറച്ച് പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. എരിവുണ്ട്, പക്ഷെ നമ്മൾ തേങ്ങയും പുളിയൊക്കെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അത് നന്നായിട്ട് കുറയും. അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം പറയാണ്, ചെറിയ സ്പൂണാണ് കേട്ടോ. കറക്റ്റായിട്ട് ടീസ്പൂണിൻ്റെ അളവിൽ തന്നെ വരുമെന്നറിയില്ല. ചെറിയ സ്പൂണാണ്. പക്ഷെ ഉപ്പ് പൊടി. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിന്ന് പുളിയും തക്കാളിയും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് നോക്കിക്കാം. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് എവിടെയാണെന്നറിയാം? ഈ മിക്സി കഴുകി ആ വെള്ളം കൂടെ ചേർക്കാൻ നിൽക്കില്ലേ? അപ്പോൾ അത് എന്തായാലും ചിലപ്പോൾ കൂടിപ്പോകും. അപ്പോൾ തേങ്ങ അരച്ചത് മാത്രം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞാനൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് മിക്സി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് കുറവുണ്ട്. കുറച്ച് ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ തേങ്ങയുടെ ആ കളറൊക്കെ മാറി നല്ലൊരു കളറായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചുവന്ന നിറമൊന്നും പ്രതീക്ഷിക്കരുത്. നല്ല ആവശ്യത്തിന് കളറുണ്ട്.
കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ്. നമുക്കിതൊന്ന് മൂടി വെക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീനിൽ ഉപ്പും മുളകൊക്കെ പിടിച്ച് അതുപോലെ ആ കറിവേപ്പിലയുടെ മണമൊക്കെ മീനിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതുപോലെ വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ മറുപടി തരാം. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.